അപ്പോൾ നമസ്കാരം. യാത്രകൾ എല്ലാം നല്ല മനോഹരമായ യാത്രകളായിരുന്നു. ഇപ്പോൾ നമ്മൾ ധാരാപുരം റോഡിലൂടെ പൊള്ളാച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്, അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ആരുടെ സ്ഥലത്ത് വിജനമായ സ്ഥലം, നല്ല കാഴ്ച, വരുന്ന വഴിയെല്ലാം നല്ല കാഴ്ച, കുറേ കാറ്റാടിപ്പാടങ്ങൾ, അതുമാതിരി സോളാർ പാനലുകൾ വെച്ച കുറേ പാടങ്ങൾ. ഇതൊക്കെ അതായത് നമുക്ക് തന്നെ അതിശയമാണ്, തമിഴ്നാട് എത്ര വലുതാണോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോണം. കാരണം അങ്ങനെ കണ്ണെത്താ ദൂരത്തോളം കിടക്കുകയാണ്, ഒന്നുമില്ലാണ്ട് പ്ലെയിനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ റോഡ് സൈഡുകളിലെ ഇപ്പോൾ ചെറിയ ചെറിയ കടകൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർ, അതുമാതിരി മറ്റേ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ധാരാളം അവസരങ്ങൾ ഈ റോട്ടിൻ്റെ പരിസരങ്ങളിലുണ്ട്. കാരണം ഇപ്പോൾ വണ്ടികൾക്ക് പഞ്ചർ ഒട്ടാനുള്ളതോ അല്ലെങ്കിൽ കാറ്റടിക്കാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുതായി തുടങ്ങും. കാരണം നമ്മൾ തന്നെ ആലോചിക്കുകയാണ്, 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ ഒന്നുമില്ല. നമുക്കൊരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു വെള്ളം മേടിക്കാനോ ഒന്നുമില്ല. കാരണം ഇവിടെയുള്ളവർക്ക് അവസരങ്ങളുടെ കലവറയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അത്ര ഉണ്ടോയെന്ന് ശരിക്കും നമുക്ക് അറിയുന്നില്ല. ഇവിടെ നമ്മൾ കാണുമ്പോൾ അത്രയും കിടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ റോട്ടിൽ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് അതൊന്നല്ല. നമ്മളിപ്പോൾ ഞാൻ ട്രിച്ചിയിൽ നിന്ന് നമ്മൾ തഞ്ചാവൂരിലെത്തിയത് ഒരു വൈകുന്നേരം ഒരു 6:30 മണിയായി. അപ്പോൾ നമ്മൾ ട്രിച്ചിയിൽ നിന്ന് തന്നെ, കാരണം നമ്മൾ ട്രിച്ചിയിൽ കുറച്ച് ഭാഗത്തൊക്കെ ഈ റൂം അന്വേഷിച്ചിട്ട് നടന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് റൂം അന്വേഷിച്ച് നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടല്ലോ, ഈ ആപ്പിലൂടെ നമ്മൾ കുറച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ ഒരു 1600 റുപ്യക്ക് ഒരു റൂം 4.1 സ്റ്റാർ ആൾക്കാർ കൊടുത്തിരിക്കണം, നല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ റിവ്യൂ കൊടുത്ത ആ ഹോട്ടലിൽ നമ്മൾ ബുക്ക് ചെയ്തു അവിടെ തന്നെ. എന്നിട്ട് നമ്മൾ തഞ്ചാവൂരിലെ ഈ ഹോട്ടലിലെത്തി. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഹോട്ടൽ. അതായത് തഞ്ചാവൂർ അമ്പലം, നമ്മുടെ മെയിൻ അമ്പലം ഉണ്ടല്ലോ, തഞ്ചാവൂർ അമ്പലത്തിൽ നിന്ന് 5 കിലോമീറ്റർ ഇപ്പുറത്താണ് അമ്പലം. അപ്പോൾ നമുക്ക് 5 കിലോമീറ്റർ, കാരണം ഈ 5 കിലോമീറ്റർ വലിയൊരു ഗ്യാപ്പ് അല്ലല്ലോ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു. പക്ഷേ തഞ്ചാവൂർ വലിയ ടൗണാണ്. അപ്പോൾ നമ്മൾ ഈ മേക്ക് മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഈ ഓയോ ഇങ്ങനെയുള്ള ആപ്പുകളിൽ ബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ. കാരണം ഇല്ലെങ്കിൽ അവിടെ പോയി അവർ വായി തോന്നിയത് പറയും, നമ്മളത് കൊടുക്കേണ്ടിയും വരും. കാരണം നമുക്ക് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഉറക്കം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 മണിയായി കഴിഞ്ഞാൽ അവൻ പറയണത് 2000 ആണെങ്കിൽ 3000 ആണെങ്കിൽ എന്നാൽ പിടിക്കും, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയും. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറും. അപ്പം നമ്മൾ എന്നിട്ട് അവിടെ ആ തഞ്ചാവൂർ ഹോട്ടലിലെത്തി. നല്ല ഹോട്ടൽ, നല്ല, അതായത് കിച്ചൺ, ഒരു ചെറിയൊരു കിച്ചൺ, ഒരു ചെറിയൊരു ഫ്രിഡ്ജ്, അതിൻ്റെ വീഡിയോ എൻ്റെ ഉണ്ട്, മറ്റേ ആ റൂമിൻ്റെ വീഡിയോ. അത് ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, അതുമാതിരി AC, നല്ല അടിപൊളി. 1600 റുപ്യക്ക് ബെസ്റ്റായിട്ട് നമുക്ക് കിട്ടി അവിടെ നിന്ന്. നമ്മൾ എന്നിട്ട് അപ്പം തന്നെ ഒന്ന് ഫ്രഷായി, ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് ഒരു 7 മണിയാകുമ്പോൾ തഞ്ചാവൂർ അമ്പലത്തിലേക്ക് പോയി. അവിടെ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ, ആകെ 15 മിനിറ്റ് റണ്ണിങ്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ വിളക്കൊക്കെ ഇട്ട് നിൽക്കുന്ന സമയമായിരുന്നല്ലോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഈ തഞ്ചാവൂർ അമ്പലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആനയെ കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കില്ലേ, എത്ര കണ്ടാലും മതിയായില്ല, ഒരു ആനച്ചന്തം. ഇതുപോലെയാണ് തഞ്ചാവൂർ അമ്പലം. നമ്മളിങ്ങനെ നോക്കി നിൽക്കും, എത്ര കണ്ടാലും മതിയായില്ല. അവിടെ കുറേ നോക്കുക, ഇതിൻ്റെ ഗോപുരം ഇതെങ്ങനെ ഇതൊക്കെ കെട്ടിയതെന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങനെ ഒരു പ്രതിനിധി നമുക്ക് ഇതെന്താണ് സംഭവം, നമ്മളിങ്ങനെ ഒരു ആനച്ചന്തം പറയില്ലേ, ഇതായിരുന്നു തഞ്ചാവൂർ ഗോപുരം. ഭയങ്കര ബ്യൂട്ടിഫുൾ. അതുമാതിരി നമ്മൾ എന്നിട്ട് അവിടെ ചോദിച്ചു, ഇപ്പോൾ അമ്പലം എത്ര മണിക്ക് അടയ്ക്കും ചോദിച്ചപ്പോൾ അവിടെ ഒരു അമ്മ പറഞ്ഞു 8:30 മണിയാകുമ്പോഴേ അടയ്ക്കുള്ളൂ, അതുവരെ നിങ്ങൾക്ക് ദർശനത്തിന് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്നിട്ട് അവിടെ എത്തി, ഒരു അരമണിക്കൂർ വെറുതെ അങ്ങനെ ചുറ്റിക്കറങ്ങി. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ക്യൂവിൽ നിന്നു. അത്യാവശ്യം തിരക്കേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം ശനിയാഴ്ച വൈകുന്നേരം അങ്ങനെയാണ്, വലിയ തിരക്കൊന്നുമില്ല. വലിയ ശിവൻ്റെ ശിവലിംഗമില്ലേ, വലിയ ശിവലിംഗം ദൂരത്ത് നിന്ന് തന്നെ കാണാം, നല്ല രസം. ഭയങ്കര, അല്ല ശിവൻ്റെ വീഡിയോസ് എടുത്തിട്ടില്ല, ഭയങ്കര ഐശ്വര്യം കാണാൻ തന്നെ, നമുക്കൊരു അത്ഭുതമാതിരി കാണാം അതുമാതിരി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ദർശനം കഴിഞ്ഞിറങ്ങി. പ്രസാദം കാര്യങ്ങളൊന്നുമില്ല, ഒരു ഭസ്മം കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ, കാണാനുണ്ട്. അതായത് എല്ലാവരും അവിടെ നിൽക്കുന്ന എല്ലാവരും ഈ മൊബൈൽ എടുത്ത് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, ഇത് ഒരു അത്ഭുതം. ഇതാണ് അവിടെ കാണുന്നത്. അല്ല ഒരു അമ്പലം, ഒരു ക്ഷേത്രം, അതിനപ്പുറം ഒരു അത്ഭുതം. അതാണ് തഞ്ചാവൂർ ക്ഷേത്രം. എന്നിട്ട് നമ്മൾ വീണ്ടും 5 കിലോമീറ്റർ ഇപ്പുറത്താണല്ലോ നമ്മുടെ റൂം. വരുന്ന വഴി നമ്മൾ ആഹാരം വാങ്ങിയിട്ട് വന്നു. അവിടെയൊക്കെ നല്ല നല്ല ഹോട്ടലുകളാണ്, ബെസ്റ്റ് ഹോട്ടലുകൾ. വരുന്ന വഴിയൊക്കെ
ശരിക്കും നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ കേരളന്മാർ വലിയ വലിയ കടകൾ, വലിയ വലിയ ഹോട്ടലുകൾ എന്നാൽ തുച്ഛമായ വിലയുള്ളൂ. നന്നായിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി ഹോട്ടലിൽ കയറി നല്ലൊരു ആഹാരം വാങ്ങി റൂമിലേക്ക് വന്നു. റൂമിൽ ഇരുന്ന് കഴിച്ചു. കാരണം നല്ല വൃത്തി കാര്യങ്ങളെല്ലാം റൂമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്, ഹോട്ടലും വൃത്തിയുണ്ട്, പക്ഷേ നമ്മൾ റൂമിലേക്ക് വന്നു അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങി. രാവിലെ 7 മണിയാകുമ്പോഴേ കാണിച്ചുള്ളൂ. 7 മണിക്ക് കാണിച്ച് AC ആയിരുന്നു. AC-യിൽ കിടന്നിട്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഒത്തിരി മൂക്ക് കടച്ചു. രാവിലെ എന്നിട്ട് ആഹാരം മറ്റേ ചായ കുടിക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ഫ്രഷായി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത് ഒരു 8 മണിയാകുമ്പോൾ ടക്കെന്ന് ഇറങ്ങിയിട്ട് വീണ്ടും തഞ്ചാവൂർ അമ്പലത്തിലേക്ക് പോയി. അപ്പോൾ പോയി തൊഴുതില്ല. അമ്പലത്തിൽ പോയിട്ട് നമ്മൾ തൊഴുതില്ല. ബാക്കിയുള്ള ഇങ്ങനെ ഈ രാവിലത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയി കാണാമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് വീണ്ടും നമ്മളൊരു 10 മണിയാകുമ്പോൾ തഞ്ചാവൂര് നമ്മുടെ ഇതുണ്ടല്ലോ പാലസ് അവിടെ നിന്ന് ആകെ 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ തഞ്ചാവൂർ പാലസ് എന്ന് പറയുന്നത്. അവിടേക്ക് പോയി. അവിടെ എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 50 രൂപയാണ്. പിന്നെ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ക്യാമറ ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല. ക്യാമറ ഇല്ലല്ലോ, നമ്മുടെ ഫോണല്ലേ. ഫോണിലൂടെ ഫോട്ടോ എടുക്കുകയാണെങ്കിലും ക്യാമറ ഉണ്ടെങ്കിലും എല്ലാത്തിനും എക്സ്ട്രാ ചാർജ് അവിടെ ഈടാക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊന്നും കൊടുത്തില്ല. 2 ആൾക്കുള്ള 100 രൂപ കൊടുത്തു, എൻട്രി ഫീസ് കൊടുത്തു, ഉള്ളിലേക്ക് കയറി. അവിടെ എന്ന് പറഞ്ഞാൽ കാണാനുള്ളത് ഈ 1000 വർഷം 1500 വർഷം പഴക്കമുള്ള വിഗ്രഹങ്ങൾ ഇതൊക്കെ കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയങ്കരം. ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണിത് മൊത്തത്തിൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ആൾക്കാരില്ലേ, ഇവർക്കിതൊരു അത്ഭുതമായിരിക്കും. നമുക്കിത് കാണുമ്പോൾ ഇത്ര കൊല്ലം പഴക്കമുള്ളത് ഇത്രയും നമുക്ക് തോന്നുള്ളൂ. പക്ഷേ അതൊരു അത്ഭുതമാണ്. കാരണം ഈ പഴയ നടരാജൻ്റെ വിഗ്രഹങ്ങൾ കാര്യങ്ങൾ, അതുമാതിരി ഓരോ ഈ പഴയ തമിഴിൽ എഴുതിയ കൽവെട്ടുകൾ കാര്യങ്ങൾ ഇതൊക്കെയാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു അപൂർവ വസ്തുവാണ്. പിന്നെ കുറേ നാണയങ്ങളുണ്ട്, പഴയ കോയിൻസുകൾ, നാണയങ്ങൾ, ഓരോ രാജ്യത്തെയും, ചൈനയത്തെ കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ ഒന്നിച്ച് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു മണിക്കൂർ അത്ര നമുക്ക് അവിടെ സമയം ചിലവഴിക്കേണ്ട കാര്യമുള്ളൂ. കാരണം അത്ര തന്നെ അങ്ങനെ കാണാനുള്ളൂ. കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഒരു 11 മണിക്ക് റൂം വെക്കേറ്റ് ചെയ്യേണ്ട സമയമായി. റൂം വെക്കേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് പാലക്കാട്ടേക്ക് അവിടെ നിന്ന് 340 കിലോമീറ്ററോളം ഉണ്ട് റിട്ടേൺ. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നില്ല. മെല്ലെ തിരിച്ചു കഴിഞ്ഞാൽ മെല്ലെ പതിയെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഒരു വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്ക് എത്താമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിക്കുകയും ചെയ്തത്. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ പോണ ദിവസം കുംഭകോണം പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് അമ്പലങ്ങളൊക്കെ അടയ്ക്കുകയാണ്. ഇത് നമ്മൾ TV-യിലൂടെ അറിഞ്ഞപ്പോഴാണ് നമ്മൾ കുംഭകോണം നമ്മൾ ഒഴിവാക്കിയത്. ഇല്ലെങ്കിൽ കുംഭകോണത്ത് പോയി കുറേ അമ്പലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കുംഭകോണത്തേക്ക് 50 കിലോമീറ്ററാണ്. തഞ്ചാവൂരിൽ നിന്ന് കുംഭകോണത്തേക്ക് 50 കിലോമീറ്റർ ഉള്ളൂ. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മൊത്തത്തിൽ റോഡ് അടിപൊളിയാണ്. വേണമെങ്കിൽ നമ്മുടെ പഴയ സിനിമയിൽ വെടിവേല് പറഞ്ഞ മാതിരി റോഡിലെ പൗട്ട് സാപ്പിടലാം പറയില്ലേ, അതുമാതിരിയുള്ള റോഡാണ് ഇപ്പോൾ സർക്കാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ ഒരു തമിഴിൻ്റെ അടുത്ത് കേട്ടു, என்னங்க ரோடெல்லாம் நல்லா இருக்குது, எப்படி இருக்குது, இதெல்லாம் அந்த மோடி வந்ததுக்கப்புறம் பிரச்சனையே இல்லைப்பா, ரோடெல்லாம் நல்லா போட்டிருக்காருன்னு അവർ പറഞ്ഞു. ഞാൻ സപ്പോർട്ട് ചെയ്യല, എങ്ങനെയാണ് അവർ പറഞ്ഞത് ഇട്ടോളൂ. അപ്പം അങ്ങനെ അടിപൊളി നാഷണൽ ഹൈവേ സൂപ്പർ. നമുക്ക് ഒരു 80-85 കിലോമീറ്റർ സ്പീഡിൽ ഭയമില്ലാതെ ധൈര്യത്തിൽ റോഡ് ഇങ്ങനെ ഫുള്ളായിട്ട് അറ്റം വരെ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ പോവുക. അങ്ങനെ ഭംഗിയായിട്ടുള്ള റോഡ്. കാറിൽ വരുന്നവർക്ക് ഇപ്പോൾ സൂപ്പറായിരിക്കും, ബൈക്കിലും സുഖമായി വരാം. അങ്ങനെയുള്ള റോഡാണ് ഇപ്പോൾ നമ്മുടെ മൊത്തം തമിഴ്നാട്ടിൽ. ഇനിയിപ്പോൾ തമിഴ്നാടിൻ്റെ ഉള്ളേരിയയിലൂടെ നമ്മളിപ്പോൾ വരുന്നത് കുറച്ച് ഉള്ളേരി കൂടെയല്ല ഇപ്പോൾ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അതും ധാരാപുരം വഴി. അതും അടിപൊളിയാണ്, ഭംഗിയുള്ള റോഡ്, ഒരു കുഴപ്പമില്ല റോഡുകൾക്ക്. ഇപ്പോൾ നമുക്ക് ഈ യാത്ര ചെയ്യുന്നവർക്ക് എന്താണ് മെയിൻ? നല്ല റോഡ് കിട്ടണം, തിരക്ക് അധികം പാടില്ല, ഇതൊക്കെ തന്നെയാണ്. ഇതുണ്ട് ഇവിടെ. അപ്പോൾ അത്ര തന്നെ. നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ, ഇനിയിപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ നമുക്ക് പാലക്കാട് എത്താൻ. ഇപ്പോൾ നമ്മൾ വൈകുന്നേരമായി നല്ലൊരു ചായ കുടിച്ചു. വരുന്ന വഴി തന്നെ ഒരു സമൂസ കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ അവിടെ എത്തും. ബാക്കി വീഡിയോസ് നമ്മൾ അതിലൂടെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ എന്താണ് കാര്യങ്ങളെന്ന്. കമൻറ്റ് ചെയ്യണം, അത്ര തന്നെ. ഓക്കെ.